Assalamualaikum warahmatullahi wabarakatuh. Allah subhanahu wa ta'ala നമ്മൾ വിളിച്ചുകൂടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസ് വിളിച്ചുകൂടാൻ കഴിയട്ടെ. മഹത്തായ ശഅബാൻ മാസം നമ്മിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പവിത്രമായ റമദാൻ ശരീഫ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മിലേക്ക് എത്തിപ്പെടാനിരിക്കുകയാണ്. റമദാനിൻ്റെ മുന്നോടിയായി ഇബാദത്തുകൾക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ ഒരു ഒരുക്കം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൻ്റെ തൊഴിലുകൾ, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ ബിസിനസ്സുകൾ, നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾ, ഇതിലൊക്കെ അതിൻ്റേതായ ചില മാറ്റങ്ങൾ അനിവാര്യമാണ് എന്നത് പ്രത്യേകം ഉണർത്തുകയാണ്. നമുക്ക് ഏവർക്കും അത് അറിയുന്നതാണല്ലോ. കാരണം ഇബാദത്ത് കൊണ്ടും ഈമാനിൻ്റെ ആവേശം കൊണ്ടുമൊക്കെ കൂടുതൽ അല്ലാഹുവിലേക്ക് ഒരു പുതിയ മനസ്സോടുകൂടെ അടുക്കുവാൻ എല്ലാവരും ഒന്നിച്ചു തയ്യാറാകുമ്പോൾ അതിൻ്റേതായ ഒരു ഉന്മേഷവും ഒരു ആവേശവും നമുക്കുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഏത് നന്മ കൊണ്ടാണ്, ഏത് അമല് കൊണ്ടാണ്, ഏത് സമയം കൊണ്ടാണ് നമ്മൾ അല്ലാഹുവിൻ്റെ വിജയികളുടെ പട്ടികയിൽ രേഖപ്പെടുത്തപ്പെടുക എന്നത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അത്തരം നല്ല ഗോൾഡൻ ചാൻസുകളൊക്കെ ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾ തയ്യാറാകാം എന്നതാണ് റമദാനിൻ്റെ മുന്നോടിയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശഅബാൻ 15 വരുന്ന തിങ്കളാഴ്ച അതിൻ്റെ നോമ്പും ഞായറാഴ്ചയായിട്ട് ശഅബാൻ 15 രാവുമായി നമ്മൾ കണക്കാക്കുകയാണ്. ശഅബാൻ 15 സംബന്ധിച്ചിടത്തോളം പ്രത്യേകം നോമ്പ് സുന്നത്താക്കപ്പെട്ട ഒരു ദിവസമാണ്. ഇദാ കാനത്ത് ലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാൻ ഫഖൂമു ലൈലഹാ വസൂമു യൗമഹാ ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിൽ ശഅബാനിൻ്റെ 15 വന്നാൽ അതിൻ്റെ രാവിലെ നിങ്ങൾ പ്രത്യേകമായി ഇബാദത്ത് എടുക്കുകയും പകലിൽ നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്യുക എന്ന് ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധ്യമാവുകയാണ്. മഹാന്മാരായ അഇമ്മത്ത്, ഇസ്ലാമിക ലോകം അംഗീകരിച്ച അതാത് കാലഘട്ടങ്ങളിലെ നിഷേധിക്കപ്പെടാത്ത ഇസ്ലാമിൻ്റെ ശബ്ദങ്ങളായി നിലനിന്ന പണ്ഡിതന്മാർ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ആ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്ന് വിശ്വസിക്കുന്നതിന് തെറ്റില്ല എന്ന് എഴുതി വെച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റിയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. വിശാലമനസ്കത എന്നത് ഭൗതിക കാര്യങ്ങളിൽ മനുഷ്യൻ നന്മയായി കാണുന്നുണ്ടെങ്കിൽ ആത്മീയ കാര്യങ്ങളിലും ആ വിശാല മനസ്കത പണ്ഡിതന്മാർ കാണുന്നുണ്ട്. ആത്മീയത ഇടുങ്ങിയ വഴിയും ഭൗതികത വിശാലമായ വഴിയും എന്നത് ഒരു ഇരട്ടത്താപ്പാണ്. നമ്മുടെ ഇമാമുകൾ, നമ്മുടെ പണ്ഡിതന്മാർ അങ്ങനെയല്ല ഇസ്ലാമിനെ നോക്കുന്നത്. ഏതൊരു മനുഷ്യനും എവിടെയെങ്കിലും ഒരു നന്മയുടെ ഒരു തുമ്പ് പിടിച്ചു കയറാനുണ്ടോ അതുണ്ടായിക്കോട്ടെ, അത് നന്നായിക്കോട്ടെ, അതിനെ അടയാളപ്പെടുത്തുന്നതിലാണ് പണ്ഡിതന്മാർ ഇസ്ലാമിക നിയമശാസ്ത്ര സംഹിതകളെ രൂപപ്പെടുത്തിയെടുത്തത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായി. ഏതൊരു സാധാരണക്കാരനും അവൻ ഇസ്ലാമിന്റെ ബൗണ്ടറിയിൽ നിൽക്കട്ടെ, അതിനുള്ള ഒരു ജീവിത രീതിയുടെ പദ്ധതിയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിൽ അവതരിപ്പിച്ചത്. ഇടുങ്ങിയ വഴിയല്ല, നിഷേധത്തിന്റെ വഴികളല്ല, ഉൾച്ചേരലുകളുടെയും ഉൾക്കൊള്ളലുകളുടെയും വിശാല മനസ്കതയാണ് മതം. അദ്ദീനു യുസ്ർ, മതം എളുപ്പമാണ്, മതം വിശാലമാണ്, അത് ഇടുങ്ങിയ വഴിയല്ല. ശഅബാൻ 15 രാവിന് പ്രത്യേകതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മഹാന്മാരായ ഇസ്ലാമിക പണ്ഡിതന്മാർ 2 രൂപത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞു. ഒന്ന്, എല്ലാ അറബി മാസവും 13, 14, 15 അത് പ്രത്യേകം നോമ്പ് സുന്നത്തുള്ള ദിവസങ്ങൾ തന്നെയാണ്. എന്നാൽ ആ മാസങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശഅബാനിന്റെ 15 രാവിലെ ഒരു പ്രത്യേകതയുണ്ടോ? അത് ഇബ്നു മാജ ഉദ്ധരിച്ച ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ട് എന്ന് പറയലാണ് അതിന്റെ കൃത്യമായ നിലപാട് എന്ന്
പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുകയുണ്ടായി. അത് സംബന്ധമായി വിശാലമായ ചർച്ചകൾക്ക് വിധേയമാകുമ്പോൾ തുറമുഖത്ത് ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന, ആയിഷ ബീവിയെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ശഅബാൻ 15 രാവിൽ മഹദിയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിക്കുമ്പോൾ രാത്രി ഒരു കുറഞ്ഞ സമയം പ്രവാചകനെ കാണാനില്ല. ആയിഷ ബീവി അന്വേഷിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ മദീനയുടെ മഖ്ബറയിൽ അല്ലാഹുവിന്റെ റസൂൽ സിയാറത്ത് ചെയ്ത് അവർ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. ആയിഷ ബീവിയോട് പറഞ്ഞു, ഈ ദിവസം നിനക്കറിയുമോ, ഈ ദിവസത്തിൽ അല്ലാഹുവിന്റെ പ്രത്യേകമായ ഒരു കരുണയുടെ നോട്ടം സൃഷ്ടികളിലേക്ക് പ്രത്യേകമായി ഈ ദിവസത്തിൽ ഇന്ന് ദുആ ചെയ്യുമ്പോൾ പ്രത്യേകമായ ഉത്തരത്തിന് സാധ്യതയുണ്ട്. അലാ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിർ, പൊറുക്കലിനെ ചോദിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ, അവർക്ക് ഞാൻ പൊറുത്തു കൊടുക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി പറയുന്ന ഒരു സമയമാണ് ഇത് എന്ന് ആയിഷ ബീവി ഉദ്ധരിക്കുന്ന സംഭവം തുർമുദി പോലുള്ള ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അല്ലാഹുവിന് വർഷത്തിൽ ഒരു ദിവസത്തിലെ ഒരു സമയത്തിനെ അങ്ങനെ തെരഞ്ഞെടുക്കാൻ അവകാശമുണ്ട്, അധികാരമുണ്ട് എന്ന് വിശ്വസിച്ചാൽ അതിൽ അപകടങ്ങളില്ല. കാരണം ഇല്ല എന്ന് പറയുമ്പോൾ അല്ലാഹുവിനെ ചുരുക്കലാണ്, അല്ലാഹുവിന്റെ അധികാരത്തിൽ ഒരാൾ ഇടപെടലാണ്, അല്ലാഹുവിനെ അങ്ങനെ സെലക്ട് ചെയ്യാനുള്ള ഒരു അതോറിറ്റി അല്ലാഹുവിന് ഇല്ല എന്ന് പറയുന്നത് അതാണ് തെറ്റ്. അതേസമയത്ത് അല്ലാഹുവിനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്കോ ഒരു സമൂഹത്തിനോ ഒരു രാജ്യത്തിനോ ഒരു വ്യവസ്ഥിതിക്കോ അതിൽ യാതൊരു തകരാറും സംഭവിക്കുന്നില്ല. എന്നാൽ ഗുണങ്ങളേറെ സംഭവിക്കുന്നു. ആ സമയത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു അടിമ സ്വലാത്ത് ചെയ്യാൻ, ഒരു അടിമ ഖുർആൻ പാരായണം ചെയ്താൽ, ഒരു അടിമ നിസ്കരിച്ചാൽ ആ അടിമക്ക് ആ നന്മകളുടെ വാതായനങ്ങൾ തുറക്കപ്പെടുകയാണ്. ഇങ്ങനെ ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ സ്വർഗം നേടണം എന്നതിനെ കുറിച്ചാണ് ഇസ്ലാം ചിന്തിക്കുന്നത്. അള്ളാഹും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു പലയിടങ്ങളിലും ആവർത്തിച്ചു പറഞ്ഞു, ഞാൻ ഗഫൂറാണ്, ഞാൻ ഗഫാറാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞു. എന്തുകൊണ്ട്? മനുഷ്യന്റെ അമലുകളിൽ ഏതെങ്കിലും ഒരു അമലുകൊണ്ട് അവനെ രക്ഷപ്പെടുത്താൻ നോക്കണമെന്ന് തന്നെയാണ് അള്ളാഹുവും ആഗ്രഹിക്കുന്നത്. വിശാലതയാണ്, പ്രവിശാലമാണ്. എന്നാൽ അള്ളാഹു നിർബന്ധിച്ചില്ല. അതാണ് ഒരു പ്രത്യേകത. അള്ളാഹു എന്തുകൊണ്ട് നിർബന്ധിച്ചില്ല? ഇത്ര വലിയ നന്മയില്ലേ, അള്ളാഹു ഖുർആനിലെ ബഖറ സൂറത്ത് തുറന്നോട്ട് തന്നെ പറഞ്ഞില്ലേ എന്നൊരാൾ ചിന്തിച്ചാലോ? പാടില്ല. സാധാരണക്കാരുണ്ടാവും. എന്ത് സാധാരണക്കാര്? സാമ്പത്തിക വിഷയത്തിലോ ആരോഗ്യ വിഷയത്തിലോ അല്ല, മാനസികമായ ഈമാനിന്റെ കരുത്തിൽ സാധാരണക്കാരുണ്ടാവും. അവര് ചിലപ്പോൾ ബറാത്തിനൊന്നും നോമ്പ് കൊടുക്കൂല, ഊനൊന്ന് പട്ടിണി കിടക്കാൻ വയ്യ. എന്തുകൊണ്ട് വയ്യ? ശരീരത്തിനൊക്കെ ആരോഗ്യം ഉണ്ടാവും, മനസ്സിന് ആരോഗ്യം ഉണ്ടാവില്ല. നോമ്പ് കൊടുക്കണമെങ്കിൽ മനസ്സിന് ആരോഗ്യം വേണം. എന്ത് വേണം? രാത്രി തന്നെ മനസ്സിൽ ഉറപ്പിക്കണം, ഞാൻ പകൽ തിന്നൂല. അങ്ങനെ ഒരു ഇന്റൻഷൻ, ഒരു ഉദ്ദേശത്തിന്റെ പവർ ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആ പ്രക്രിയ ചെയ്തു തീർക്കാൻ സാധ്യമാകും. ആ പ്രക്രിയ ചെയ്തു തീർക്കാൻ സാധ്യമാകും. നമ്മൾ എങ്ങനെയാണ് ഒരു സാധനത്തിനെ നോക്കിക്കാണുന്നത്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം എങ്ങനെയാണോ ഒരു വിഷയത്തോട്, ആ മനോഭാവത്തിനനുസരിച്ചാണ് ആ വിഷയത്തിന്റെ റിസൾട്ട് വരിക. അതിന്റെ റിസൾട്ട് വരും. നമ്മുടെ മനോഭാവം എങ്ങനെയാണോ അതിനനുസരിച്ച് റിസൾട്ട് വരും. അപ്പൊ ഇതൊരു സാധാരണ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സാധിച്ചു കൊള്ളുന്നില്ല. അതുകൊണ്ട് അവർക്ക് അത്ര നോമ്പുകളൊന്നും നിർബന്ധമാക്കിയില്ല. നിർബന്ധമാക്കിയത് റമദാന്റെ നോമ്പ് മാത്രം. അതിപ്പോ എല്ലാ മാസത്തിലും 13, 14, 15, അതുപോലെ തന്നെ വ്യാഴം, തിങ്കൾ, ഇങ്ങനെ ഒരുപാട് സുന്നത്ത് പോലുണ്ടല്ലോ. പക്ഷെ ഉന്നതനായ ഒരു മനുഷ്യൻ അത് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ആളത് ചെയ്യുമ്പോൾ അവന്റെ ആത്മീയമായ വഴിയിലൂടെ ഉയരാനുള്ള സാധ്യതകൾ തുറക്കപ്പെടുകയാണ്. അപ്പോൾ നിർബന്ധമായ കാര്യങ്ങൾ കുറവും സുന്നത്തായ കാര്യങ്ങൾ വിശാലമായും വെച്ചതിന്റെ പിന്നിലെ താല്പര്യം പരമാവധി ആൾക്കാരെ നന്മയുടെ വഴിയിലൂടെ കൊണ്ടുപോകുക. അങ്ങനെയാണ് ഇത്തരം സംഭവ വികാസങ്ങളെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. മാറിവെക്കുന്നവർക്ക് മാറി 5 വക്ത് റമദാനിലെ നോമ്പ് മാത്രം, ബാക്കിയുള്ള സമയത്തൊക്കെ തിന്നു നടക്കുക. അത് അള്ളാഹു പിന്നെ ഗൗരവകരമായ തെറ്റായിട്ട് അള്ളാഹു കാണുന്നില്ല. പക്ഷെ ഒരു അടിമയും ഉടമയും തമ്മിലുള്ള ഒരു ബന്ധം, ഈ ബന്ധത്തെ
നാളെ ഒരു വിചാരണ കോടതിയിൽ നേരിടപ്പെടാൻ പോകുമ്പോൾ അവിടെ എനിക്ക് ഏറ്റവും ഫസ്റ്റിൽ എത്തണമെന്ന് ഒരാൾ ആഗ്രഹിക്കുമ്പോൾ അവർക്ക് ഒരുപാട് സുന്നത്തുകൾ വേണ്ടി വരും. ഒരുപാട് സുന്നത്തുകൾ വേണ്ടി വരും. കാരണം എന്താ, നമ്മൾ മാർക്കറ്റിൽ ഇറക്കപ്പെടുന്ന ഏതൊരു പ്രൊഡക്റ്റിനെയും സംബന്ധിച്ച് അതിന്റെ ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ച് എന്തുകൊണ്ട് ചിന്തിക്കുന്നു? നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ ഏതാണ് കമ്പനി, എന്താണ് അതിന്റെ കണ്ടന്റുകൾ ഒക്കെ നമ്മൾ സെർച്ച് ചെയ്യും. എന്തിനു വേണ്ടി? നമുക്ക് ഏറ്റവും ബെസ്റ്റായ ഒരു പ്രൊഡക്റ്റ് നമുക്ക് മാർക്കറ്റിൽ കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു. എന്നതുപോലെ നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റായി ചെല്ലണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരുപാട് കണ്ടന്റുകൾ വേണം, ഒരുപാട് ഘടകങ്ങൾ വേണം. അപ്പോൾ അവന് മത്സരിക്കും. എന്തിനു മത്സരിക്കും? ഒരുപാട് അമലുകൾ ഞാൻ ചെയ്യട്ടെ, ഒരുപാട് നന്മകൾ ഞാൻ ചെയ്യട്ടെ, മത്സരിക്കും. ആ മത്സര്യ ബോധത്തിന്റെ മുന്നിൽ നിന്ന് ഒരു അടിമ ഉടമയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുന്നത്തുകൾ ഒരു പക്ഷേ അവന്റെ നിർബന്ധത്തെക്കാളും വലിയൊരു ബാധ്യതയായി അവൻ സമയത്തെ ഏറ്റെടുക്കും. അതാണ് ജിഹാദ്. അതാണ് ജിഹാദ്. വാളുകൊണ്ടുള്ള യുദ്ധത്തിന് പോയി തിരിച്ചു വന്ന സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, നിങ്ങൾക്കിപ്പോൾ ചെറിയ യുദ്ധത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്, വലിയ യുദ്ധം അത് നിങ്ങളുടെ ആത്മാവിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ധാർമ്മിക പോരാട്ടമാണ്. ഇസ്ലാം അടയാളപ്പെടുത്തുന്ന ജിഹാദ് അവിടെയാണ്. ജിഹാദിന്റെ ഏറ്റവും വലിയ പോരാട്ട ഭൂമിയാണ്. ആ പോരാട്ട ഭൂമികയിലേക്ക് ഒരു വിശ്വാസി എടുത്തു ചാടുമ്പോൾ അവന്റെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവന്റെ മനോവീര്യവും അവന്റെ മനോധൈര്യവും അവനെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ സാധ്യമാകുന്ന വിധത്തിൽ അവൻ ഒരു കുതിരയെ പോലെ മുന്നോട്ട് ഗമിക്കുകയും ഓടുകയും ചെയ്യുന്നു എന്നാണ്. നമുക്ക് ഓടാനുള്ള വഴികൾ ധാരാളമാണ്. നമുക്ക് സഞ്ചരിക്കാനുള്ള കിലോമീറ്ററുകൾ എണ്ണമറ്റ കിലോമീറ്ററുകളാണ്. നമ്മുടെ യാത്രയിൽ നമ്മൾ മുന്നോട്ട് ഗമിച്ചുകൊണ്ടേയിരിക്കുന്നു. പുണ്യങ്ങൾ പൂത്തുലയുന്ന രാവുകളെയും സമയങ്ങളെയും കാരുണ്യത്തിന്റെ കേദാരമായി നമ്മുടെ മുന്നിലേക്ക് അല്ലാഹു തുറന്നു വെക്കുന്ന വാതായനങ്ങളെയും നമ്മൾ നമ്മുടെ ഇടുങ്ങിയ മനസ്സുകൊണ്ട് കൊട്ടിയടക്കാതെ പരിശുദ്ധ ശഅബാനിനെ യഥാവിധത്തിൽ ഉൾക്കൊള്ളുകയും റമദാനിനെ വരവേൽക്കുകയും ചെയ്യുവാൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തയ്യാറാക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മെ ഏവരെയും സാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു.